രേണു സുധീൻ്റെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതോടെ എല്ലാവരും ആദ്യമൊന്ന് ഞെട്ടി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മാത്രമായിരുന്നു ഇത് ഒരു ഫോട്ടോഷൂട്ടായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായത്. വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ക്യാപ്ഷനും. ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു. രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ. ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങൾ മാത്രമാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകുമെന്നറിയാം. ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് മാറുവാനായി ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ കണ്ടാൽ മാത്രം മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടുമെല്ലാം തുടർന്നും ഞങ്ങൾക്കുണ്ടാകണം. ഞങ്ങളുടെ നല്ല ദിവസങ്ങൾക്ക് ഒപ്പം നിന്നവർക്കെല്ലാം 1000 നന്ദി. രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടങ്ങുന്നു. ഇങ്ങനെയായിരുന്നു പോസ്റ്റുകളുടെ ക്യാപ്ഷൻ. എന്നാൽ ഇത് ഒരു വെഡ്ഡിംഗ് കൺസെപ്റ്റ് ഫോട്ടോഷൂട്ട് മാത്രമായിരുന്നു എന്ന് ക്യാപ്ഷൻ നൽകിയാൽ മതിയായിരുന്നു. ഇത്രയേറെ വിമർശനങ്ങൾ രേണുവിന് നേരിടേണ്ടി വരില്ലായിരുന്നു. ഇത് കല്യാണമാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്നത് പോലെയായില്ലേ? സത്യാവസ്ഥ എന്താണെന്നറിയണമെങ്കിൽ ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കണം പോലും. ഇത് വൈറലാകുമെന്നും ആളുകൾ നെഗറ്റീവ് അടിക്കുമെന്നും അറിഞ്ഞു വെച്ചുകൊണ്ട് നേരത്തെ ഇൻ്റർവ്യൂ എല്ലാം ഫിക്സ് ചെയ്തു വെച്ചിട്ട് വിവാഹ ചിത്രങ്ങളിട്ട് ആൾക്കാരെ പറ്റിച്ചതല്ലേ തുടങ്ങി നിരവധി വിമർശനങ്ങളാണ് രേണുവിന് നേരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. രേണു എന്ന വ്യക്തിയോട് സ്നേഹവും ബഹുമാനവുമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നാണ് ചിലർ പറയുന്നത്. അല്ലാതെ ഇത്തരത്തിലുള്ള ക്യാപ്ഷനെല്ലാം കൊടുത്ത് ആൾക്കാരെ എന്തിനു മണ്ടന്മാരാക്കണം? വിമർശനങ്ങൾ വന്നതിന് പിന്നാലെ രേണുവിൻ്റെ പ്രതികരണവുമെത്തി. സത്യാവസ്ഥ എന്തെന്നറിയുവാൻ കാത്തിരിക്കുവാനാണ് രേണു പറയുന്നത്. ഇത് അവരുടെ ജീവിതമല്ലേ, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ, കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കുറച്ചൊന്നുമല്ല.